പുലികളും സിംഹങ്ങളും ഒക്കെയുള്ള വനം തന്നെ മെച്ചം. ഇലകളും കായ്കനികളും പച്ചവെള്ളവും തന്നെ ഭക്ഷണം. പുല്ലിന്റെ മുകളിൽ ഉറക്കം, ജീർണിച്ച മരത്തോൽ വസ്ത്രം. ഇതെല്ലാം എപ്പോഴാണോ നല്ലത്? ബന്ധുക്കളുടെ ഇടയിൽ ധനമില്ലാതെ ജീവിക്കേണ്ട അവസ്ഥ വരുമ്പോൾ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുവാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയുവാൻ നിഴൽ പോലുമില്ല എന്നൊരു ഗാനം കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഈ ശ്ലോകവും. പ്രത്യേകിച്ച് ആധുനിക സമൂഹത്തിൽ സാമ്പത്തികമായി അല്പം പിന്നിലാണെങ്കിൽ ബന്ധുക്കളുടെ ഇടയിൽ സ്ഥാനം ലഭിക്കില്ല. മാത്രമല്ല, തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാത്തിൻ്റെയും അളവുകോൾ പണമായിരിക്കും. ഏത് സമയത്തും സമൂഹത്തിൽ നിലനിൽക്കുന്ന അവസ്ഥയാണിത്. അതിന് ചാണക്യന്റെ ജീവിതകാലമെന്നോ ആധുനിക കാലമെന്നോ ഉള്ള ഫലഭേദമൊന്നുമില്ല. കുടുംബക്കാർക്കിടയിൽ അപമാനിതനായി കഴിയുന്നതിലും നല്ലത് വല്ല വനത്തിലോ മറ്റോ പോകുന്നതാണ്. വനത്തിലുള്ളത് പുലികളും സിംഹങ്ങളുമാണ്. ചിലപ്പോൾ കടിച്ചു കീറി കൊന്നേക്കാം, പക്ഷെ അവ ഒറ്റയടിക്ക് കൊല്ലും. ധനഹീനായി ബന്ധുജനങ്ങൾക്കിടയിൽ ജീവിച്ചാൽ ഇഞ്ചിഞ്ചായി മരിക്കും. ബന്ധുജനങ്ങളുടെ ഔദാര്യത്തിൽ ലഭിക്കുന്ന മൃഷ്ടാനു ഭക്ഷണത്തേക്കാൾ നല്ലത് മരങ്ങളിലെ ഫലമൂലാദികൾ തന്നെ. സുഖകരമായ കിടക്കയേക്കാൾ നല്ലത് പുല്ലിൽ കിടക്കുന്നതാണ്. ഇരുന്ന് വാങ്ങുന്ന തുണിയേക്കാൾ മെച്ചം വല്ല മരത്തോലും തന്നെയാണ്. എന്താണ് ഇവിടെ ചാണക്യൻ ഉദ്ദേശിച്ചത്? ധനഹീനനായി അപമാനിതനായി കഴിയുന്നതിനേക്കാൾ അല്പം കഷ്ടങ്ങൾ സഹിച്ചാലും കിട്ടുന്ന ഭക്ഷണം കഴിച്ച് സൗകര്യം കുറഞ്ഞതെങ്കിലും ഒരിടത്ത് താമസിക്കുന്നതാണ് നല്ലതെന്ന്. പരിമിതമായ സൗകര്യം ഉപയോഗപ്പെടുത്തുക, സിംഹം മുതലായവ പ്രതിബന്ധങ്ങളുടെ പ്രതികരണമാണ്. അതിനെ തരണം ചെയ്യുക, അഭിമാനത്തോടെ ജീവിക്കുക. ഇതാണ് വ്യംഗ്യാർത്ഥം. വരം വനം വ്യാഘ്രചന്ദ്ര സേവിതം ദ്രുമാലയം പത്ര ഫലാവൂ ഭോജനം തൃണേഷു ശയ്യ ഗതജീർണാവൽക്കാലം ബന്ധുമത്യേ ധനഹീന ജീവിതം.